വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും തട്ടിക്കൊണ്ടുപോയി ജയിലിൽ അടച്ച അമേരിക്കയ്ക്കെതിരെ പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടാകുന്നു. ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. വെനസ്വേലൻ ജനതയുടെ നന്മ വിജയിക്കണമെന്ന് മാർപ്പാപ്പ പ്രതികരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അരുൺ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വെനസ്വേലയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇടക്കാല പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ഇവിടെ അമേരിക്കയുടെ നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനം മാർപ്പാപ്പ ഇടപെടുന്നു. മാർപ്പാപ്പ വലിയ രീതിയിൽ രൂക്ഷ വിമർശനം അമേരിക്കയ്ക്കെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെയും പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയ്ക്കെതിരെ രൂക്ഷ വിമർശനമൊക്കെ ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ട്രംപിന്റെ പലതരത്തിലുള്ള ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയൊക്കെ രംഗത്ത് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ മാർപ്പാപ്പ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒപ്പം ക്യൂബയടക്കമുള്ള രാജ്യങ്ങളും രംഗത്ത് വരികയാണ്. ഗുഡ് മോർണിംഗ് ഭദ്ര. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വെനസ്വേലയ്ക്കെതിരെയുള്ള അമേരിക്കൻ കടന്നാക്രമണത്തിൽ രൂക്ഷമായ വിമർശനമാണ് വരുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലിയോ മാർപ്പാപ്പ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വെനസ്വേലയുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടണം, കൂടാതെ അതിൻ്റെ ഒരു സ്വതന്ത്ര രാജ്യമായി തുടരാനുള്ള അവകാശം വെനസ്വേലയ്ക്കുണ്ട്, അവരുടെ ജനങ്ങളുടെ സമാധാനത്തിനോടൊപ്പമാണ് താനെന്നുള്ള ഒരു ശക്തമായ ഒരു പ്രതികരണം കത്തോലിക്ക സഭയുടെ അധിപനായ മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്ന് വരുന്നു. കൂടാതെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോലും ട്രംപിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ന്യൂയോർക്കിൽ വലിയ രീതിയിലുള്ള ഒരു ബഹുജന പ്രക്ഷോഭം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടെക്സാസിൽ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്ന കാഴ്ചയുണ്ടായി. ഇതിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു വിവരമെന്ന് പറയുന്നത് ട്രംപ് വീണ്ടും ഭീഷണി എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ അധികാരമേറ്റിരിക്കുന്ന അമേരിക്കയുടെ സാമ്രാജ്യത്തിന് വഴങ്ങാതെ വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റായിരുന്ന ഡെൻസി റോഡ്രിഗസ് വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ഇന്നലെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഡെൻസി റോഡ്രിഗസിനെതിരെയാണ് ഇപ്പോൾ ഒരു ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ശരിയായി കാര്യങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ മെഡ്യൂറോ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിലയേക്കാൾ കനത്ത വില ഡെൻസി റോഡ്രിഗസിന് നൽകേണ്ടി വരുമെന്നുള്ളൊരു ഭീഷണിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ വിശദീകരണവും വൈറ്റ് ഹൗസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് ഗൂഢാലോചന, തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളൊക്കെയാണ് നിക്കോളാസ് മെഡ്യൂറോയ്ക്കെതിരെ ഇപ്പോൾ അമേരിക്ക കള്ളക്കേസായി ചുമത്തിയതായി വെനസ്വേലയുടെ ഭരണകൂടം തന്നെ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ന്യൂയോർക്കിലുള്ള കോടതിയിൽ ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ടോടെ ആയിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിചാരണകൾ നടക്കുക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഭീഷണിയുമായി മുന്നോട്ട് വന്ന ഒരു സ്ഥിതിക്ക് തന്നെ കാര്യങ്ങൾ എന്തുമാത്രം ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് പ്രധാനമായും പറയേണ്ടത്. കാരണം ഇടക്കാല പ്രസിഡന്റ് അമേരിക്ക ഇങ്ങനെ ഒരു രാജ്യത്ത് നടന്ന് ഒരു കടന്നുകയറ്റം നടത്തി അവിടുത്തെ പ്രസിഡന്റിനെ ബന്ദിയാക്കുന്നു, അദ്ദേഹത്തിൻ്റെ പങ്കാളിയെ ബന്ദിയാക്കുന്നു എന്നുകൊണ്ട് വ്യോമമാർഗം കണ്ണുകെട്ടിയാണ് അദ്ദേഹത്തെ വ്യോമസേനയുടെ വിമാനം ഉപയോഗിച്ചുകൊണ്ട് ന്യൂയോർക്കിലേക്ക് കടത്തിക്കൊണ്ടുപോയതായി വിവരങ്ങൾ വരുന്നു. എന്തായാലും ന്യൂയോർക്കിൽ എത്തിയതിനു ശേഷം മയക്കുമരുന്ന് ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള കള്ളക്കേസുകൾ അദ്ദേഹത്തിന് മേൽ ചുമത്തി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളാണ് വെനസ്വേലയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള റോഡ്രിഗസും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിന് തങ്ങൾ വഴങ്ങില്ല എന്നുള്ള ഒരു ഉറച്ച ഒരു നിലപാടാണ് വെനസ്വേല നൽകുന്നത്. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റിന് കൃത്യമായ ഒരു പിന്തുണയും വെനസ്വേലൻ സൈന്യം അവിടെ നടത്തിയിട്ടുണ്ട്. അവരുടെ പിന്തുണ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമെന്നുള്ളത് സൈനിക പ്രതിനിധികൾ അല്ലെങ്കിൽ സൈനിക അധികൃതരും അറിയിച്ചിട്ടുണ്ട്, മേധാവികളും അറിയിച്ചിട്ടുണ്ട്. വെനസ്വേലയെക്കുറിച്ച് ഇന്ന് ജനുവരി 5 ഇന്ന് UN ഒരു രക്ഷാസമിതി യോഗം വെനസ്വേലയുടെ ഇപ്പോഴത്തെ ആഭ്യന്തര സ്ഥിതിയെ അവലോകനം ചെയ്യാൻ വേണ്ടി ഇന്നൊരു സമിതിയുടെ യോഗം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വെനസ്വേലയുടെ പരമാധികാരത്തിൽ കടന്നു കയറിക്കൊണ്ടുള്ള അമേരിക്കയുടെ ഏറ്റവും
നടുവിലുള്ള ഒരു സാമ്രാജ്യത്വ കടന്നുകയറ്റത്തിൻ്റെ ഒരു ഉദാഹരണമായി വേണം വെനസ്വേലയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണത്തെ കരുതാൻ. എന്തായാലും ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കടന്നാക്രമണത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾ, ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് അമേരിക്കയിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയ്ക്ക് അകത്ത് തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിനെ ഒരു ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് അദ്ദേഹത്തിന് എത്രമാത്രം പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളത് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ രാജ്യത്തിന് പുറത്ത് മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കത്തോലിക്ക സഭയുടെ മുഖ്യ ഭരണാധികാരിയായിട്ടുള്ള മാർപ്പാപ്പ തന്നെ ഇതിൽ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളെല്ലാം വെനസ്വേലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അറിയിക്കുന്നു. എന്തായാലും UN രക്ഷാസമിതി യോഗം വെനസ്വേലയുടെ ഒരു രാഷ്ട്രീയ ആഭ്യന്തര സ്ഥിതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഭദ്ര. തീർച്ചയായും അരുൺ, അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മോദി സർക്കാർ ഇതിലെടുക്കുന്ന നിലപാടുകളാണ്. വളരെ ലൈറ്റായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഉണ്ടായിരുന്നത്. അതിൽ ഒരക്ഷരം പോലും ട്രംപിനെതിരെ സംസാരിക്കാൻ മോദി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തെ പ്രസിഡന്റിനെയൊക്കെ മറ്റൊരു രാജ്യം ഇത്തരത്തിൽ തടവിലാക്കുക എന്ന് പറയുന്നത് പോലും അസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അതിൽ പോലും മോദി സർക്കാർ യാതൊരു വിധത്തിലുമുള്ള പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ്. ഭദ്ര, ഇതിൽ ഈ മോദിയുടെ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ അതിൽ മോദിയുടെ ഒരു പ്രതികരണം മാത്രമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ സർവ്വസൈന്യാധിപതിയുള്ള പ്രസിഡന്റോ ആയിരിക്കണം ഒരു രാജ്യത്തിൻ്റെ ഒരു പരമാധികാരത്തിന്മേൽ മറ്റൊരു രാജ്യം കടന്നു കയറുമ്പോഴുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കേണ്ടത്. ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ ഒരു കൃത്യമായ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ ഒരു പാശ്ചാത്യ ശക്തി കടന്നു കയറിക്കൊണ്ട് നടത്തുന്ന ഒരു ആക്രമണത്തെ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യം എന്തുകൊണ്ട് അതിനെ ഒരു പ്രതിരോധിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രതികരണം. നമുക്ക് എപ്പോഴും ഈ കേരളം എന്ന് പറയുന്ന ഒരു പച്ചത്തുരുത്തുണ്ട്. ആ ഒരു തുരുത്തിൽ ഉള്ള അത് എന്ത് സംഭവം വന്നാലും, അത് ഗാസയിലായിരുന്നാലും അതിന് പശ്ചിമേഷ്യയിലുള്ള അല്ലെങ്കിൽ ലോകത്ത് ഏതൊരു ഭാഗത്ത് നടക്കുന്ന ഒരു അനീതി ഉണ്ടാകുമെങ്കിൽ അതിൽ ഏറ്റവും ആദ്യമായി ഉയർത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ വലിയ രീതിയിലുള്ള വിമർശനവും പരിഹാസവും ട്രോളുകളായിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് എതിരായി നിൽക്കുന്നവർ പലപ്പോഴും ഉയർത്താറുണ്ട്. കേരളം ഗാസയിൽ എന്ത് സംഭവിച്ചാലും പ്രതികരിക്കും, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിച്ചാലും, ലെബനിൽ എന്ത് സംഭവിച്ചാലും, വെനസ്വേലയിൽ എന്ത് സംഭവിച്ചാലും, അതെ, നമുക്ക് കേരളത്തിന് ഒരിക്കലും പ്രതികരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു പ്രതികരിക്കാനുള്ള ശേഷിയുള്ള ഒരു ജനതയാണ് കേരളത്തിൻ്റെ ഒരു ഇതുള്ളത്. പക്ഷേ ഈ ഒരു നിലപാട് പലപ്പോഴും ഈ കേരളം പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ BJP അത് തുറന്നു തന്നെ പറയാം, BJPയുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനങ്ങളിലുള്ളാതെ മറ്റ് മുന്നണികൾ അല്ലെങ്കിൽ അവരുമായി നിരന്തരം പോരടിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ ആരും, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പോലെയുള്ള ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മറ്റ് വിദേശകാര്യമന്ത്രിമാരൊന്നും ഇതിലൊരു കൃത്യമായ നിലപാടെടുക്കാത്തത് ഇന്ത്യ പോലെയുള്ള, കാരണം UN-ലെല്ലാം ഇതൊരു വലിയ രീതിയിലുള്ള ചർച്ച വരുന്നു, മറ്റുള്ള രാജ്യങ്ങളിൽ മറ്റുള്ള ഉച്ചകോടികളെല്ലാം നടക്കുന്നുണ്ട്. ഉച്ചകോടികളെല്ലാം ഈ ഒരു ഇന്ത്യയുടെ ഒരു നിശബ്ദത ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭദ്ര.